عبد الرحمن بن عوف رضي الله عنه قال عبد الرحمن بن عوف رضي الله عنه പറയുന്നു التقى عبد الله بن عمرو وعبد الله بن عمر على المروة. عبد الله بن عمرو رضي الله عنه عبد الله بن عمر رضي الله عنه പ്രമുഖരായ സ്വഹാബിമാരാണ്. രണ്ടുപേരും ഒരു ദിവസം മർവ കുന്നിൻ്റെ മേലിൽ ഒരുമിച്ച് കൂടി. സഫ മർവ കേട്ടിട്ടുണ്ടല്ലോ. മർവയിൽ അവർ ഒരുമിച്ച് കൂടി. ഫതഹദ്ദസ, അങ്ങനെ അവർ ഒരുപാട് സമയം രണ്ടുപേരും സംസാരിച്ചു. സുമ്മ മദബിനു അംരി, അങ്ങനെ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. വഅഖാമ ഇബ്നു ഉമർ യബ്കി, സംസാരം കഴിഞ്ഞ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കരഞ്ഞ് ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ മഹാനവറുകളെ സമീപിച്ചു. ഖാലു, എന്നിട്ട് അവർ ചോദിക്കണം, വമാ യുബക്കിക യാ അബാ അബ്ദുറഹ്മാൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ച് വിരിഞ്ഞതിൽ എന്താ വിഷയം എന്താ ചോദിച്ചു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഖാല ഹാദാ യഅനി അബ്ദുല്ലാഹിബ്നു അംർ സഅമ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ എന്നോട് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ പറയുന്നതായിട്ട്, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു കടുകുമണിയുടെ അളവിൽ കിബ്ർ ഉണ്ടായെങ്കിൽ അകബ്ബഹുല്ലാഹു ഫിന്നാരി അലാ വജ്ഹിഹി, അല്ലാഹു നാളെ നരകത്തിൽ അദ്ദേഹത്തിനെ മുഖം കുത്തി വീഴ്ത്തും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോർത്ത് ഞാൻ കരഞ്ഞതാണ്. അത് വല്ലാത്ത ഒരു പ്രയോഗം തന്നെയാണ്. ഖർദൽ എന്ന് പറഞ്ഞാൽ കടുകുമണി. ഒരു കടുകുമണിയുടെ തൂക്കം എത്രയാണ്? 0.002 ശരാശരി തൂക്കം അത്രയാണ്. 1 ഗ്രാം കടുകുമണി തന്നെ ആവണമെങ്കിൽ എത്ര കടുകുമണി വേണ്ടി വരും? അപ്പൊ അത്ര ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കിബറുണ്ട് എങ്കിൽ നാളെ നരകത്തിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പേടിച്ച് കരഞ്ഞതാണ്. ഹദീസ് കേൾക്കുമ്പോൾ നമ്മളും ബേജാറാവണം. അല്ലാഹു കിബറിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. കിബറിന്റെ ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്, സത്യം സത്യമാണ് എന്ന് മനസ്സിലായാലും അതിന് പുറംതിരിഞ്ഞ് നിൽക്കുക. സത്യമാണ് എന്ന് കൃത്യമായി ബോധ്യമാണ്, എന്നാലും ഞാനത് അംഗീകരിക്കില്ല. അതാണ് ബത്റുൽ ഹഖ്. രണ്ടാമത്തെ കാരണം ഗംതുൻ നാസ്, ജനങ്ങളെ നിന്ദിക്കുക, ജനങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക, വേണ്ടവരെ പരിഗണിക്കാതിരിക്കുക. ഇത് കിബറിന്റെ ലക്ഷണമാണ്. അപ്പൊ ഈ ലക്ഷണം നമ്മിലുണ്ടോ ഇല്ലെന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ്. ഇനി കിബർ പോവാനുള്ള ഏറ്റവും സിമ്പിളായ ഒരു ട്രീറ്റ്മെന്റ് മഹാന്മാരെ പഠിപ്പിച്ചു തരുന്നത് അതെന്താ? അത് സാധാരണക്കാരായ മിസ്കീന്മാരായ ഫക്കീറുമാരായ ആളുകളുമായി കൂട്ടുകൂടുക എന്നതാണ്. അവർക്ക് സേവനം ചെയ്യാം, അവരെ ഭക്ഷിപ്പിക്കുക, അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇത് കിബർ പോവാൻ നമ്മുടെ ഹൃദയത്തിൽ എങ്ങാനും വല്ല കിബറിന്റെ അംശവും വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാൻ മാർഗമാണ്, ഏറ്റവും സിമ്പിളായ മാർഗം. അല്ലാഹു കിബറിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് കിബറില്ലാതെ ശുദ്ധ ഹൃദയത്തോടെ നാളെ അല്ലാഹുവിന്റെ ലിഖാ നമുക്ക് കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം നീക്ക നല്ല കർമ്മമായി സ്വീകരിച്ചതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, ഒരുപാട് ആളുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ 6 അടി മണ്ണിലുണ്ട്. അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. ഇന്ന് സുബ്ഹ് ജമാഅത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾ, ഈ ക്ലാസും കഴിഞ്ഞു പോകുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങൾ പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ല മാറ്റം നൽകണേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, ഒരുപാട് രോഗികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ,
കടബാധ്യതകളുള്ളവർ, വലിയ സങ്കടങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ അതിനൊക്കെ പരിഹാരം നൽകണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും നീ ഞങ്ങൾക്ക് വിധിച്ചുവെങ്കിൽ എല്ലാം ഈ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. വിജയത്തിന്റെ മാർഗങ്ങൾ, വഴികൾ, അതിന്റെ കവാടങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. പരാജയത്തിന്റെ കവാടങ്ങളെ കൊട്ടി അടച്ചു കളയണേ റഹ്മാനെ. അല്ലാഹുവേ ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നാവിനെ നിയന്ത്രിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله